ഡോക്ടർ ഹബീബ് മുഹമ്മദ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ തന്നെ അധ്യാപകനുമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ശുഭദിനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒരു സർജനായിട്ട് പ്രവർത്തിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കാതെ, പ്രത്യേകിച്ച് ഒരു സ്വകാര്യ സ്ഥാപനം ആണെങ്കിൽ അവിടെ കൂടുതൽ സാങ്കേതികമായിട്ടും ഒക്കെ വളരെ അഡ്വാൻസ് ചെയ്ത ഒരു സൗകര്യങ്ങൾ കിട്ടാൻ ഇപ്പോൾ അനുയോജ്യമായ സാഹചര്യങ്ങളുണ്ട്. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കാമെന്ന് കരുതാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? നമ്മുടെ കേരളം ഒരു 10-20 കൊല്ലം മുന്നേ തന്നെ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളാൽ, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ പ്രത്യേകതകളാൽ ലോകശ്രദ്ധ ആർജിച്ചിരുന്നു. ആൽമ അട്ടയിൽ വെച്ച് അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഒപ്പിട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 2000 ആണ്ടോടുകൂടി എല്ലാവർക്കും ആരോഗ്യം. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്ന എല്ലാ ആരോഗ്യ സൂചകങ്ങളും അപ്പോൾ തന്നെ കേരളം കൈവരിച്ചിരുന്നു. അങ്ങനെ കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇത്രയും വലിയ വികസിത രാജ്യങ്ങളോട് തുലനം ചെയ്യത്തക്ക രീതിയിലുള്ള ആരോഗ്യ സൂചകങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ലോകശ്രദ്ധ ആർജിച്ചിരുന്നു. അങ്ങനെയാണ് കേരള വികസന മോഡൽ എന്നൊരു വാക്ക് തന്നെ ഉത്ഭവിക്കാനുള്ള ഒരു കാരണം. എന്നാൽ ഒരു 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒട്ടനവധി ആശുപത്രികൾ, പുതിയ ആശുപത്രികൾ വന്നു, പുതിയ സംവിധാനങ്ങൾ വന്നു, ജനങ്ങൾ കൂടുതൽ പണം ചിലവഴിക്കാൻ തുടങ്ങി, കൂടുതൽ ഡോക്ടർമാർ വന്നു. എന്നിട്ടും ഇപ്പോൾ നമുക്ക് ആരോഗ്യരംഗത്ത് ഒരു തിരിച്ചടിയാണ് കാണുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പകർച്ചവ്യാധികളുടെ ഒരു വ്യാപനം. അതിൽ 80കളിൽ ഇല്ലാതിരുന്ന പുതിയ കുറെ പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നു. ഉദാഹരണത്തിന് എലിപ്പനി, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, എയ്ഡ്സ്. അതുകൂടാതെ 80കളോടെ നമ്മൾ നമ്മുടെ അതിർത്തി കടത്തിവിട്ടിരുന്ന കുറേയധികം പകർച്ചവ്യാധികൾ തിരിച്ചു വരും. ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് മലമ്പനി, ക്ഷയം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് മുതലായ അസുഖങ്ങൾ. ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് പറ്റിയിട്ടുള്ള ഗുരുതരമായ പാളിച്ചകളുടെ ഒരു ലക്ഷണമാണ്. ഇതേക്കുറിച്ച് കാര്യമായിട്ടൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞത്. അതിലേറ്റവും പ്രസക്തമായ ഒന്ന്, ഡോക്ടർമാരുടെ കടമ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ തെറ്റായ ഒരു ധാരണയാണ് പൊതുജനങ്ങൾക്കും ഡോക്ടർമാർക്കും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ധാരണ തിരുത്തണം. അത് പുതിയ തലമുറയിലെങ്കിലും അത് ശരിയായ ഒരു ധാരണയാവണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഞാൻ അധ്യാപനത്തിൽ ശ്രദ്ധിക്കുവാൻ തീരുമാനിച്ചത്. ഈ ശരിയായ ഒരു ധാരണ എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാം. അതിന് നമുക്ക് പൊതുജനങ്ങളുടെ ധാരണയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു പൊതുജനങ്ങളുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഒരു ഡോക്ടറുടെ ജോലി എന്താണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം? രോഗത്തിനായി ചികിത്സിക്കുന്ന ഒരാൾ, രോഗം മാറ്റുന്ന ഒരാളായിരിക്കണം ഡോക്ടർ, അങ്ങനെയല്ലേ? അങ്ങനെ രോഗിയെ ചികിത്സിക്കുന്ന ഒരാളാണ് ഡോക്ടർ. അങ്ങനെയെങ്കിൽ ആരാണ് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഭാരതത്തിന്റെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇപ്പോഴത്തെ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം. ഇവരൊക്കെ എത്ര രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്? അവർ ചികിത്സിച്ചിട്ടില്ല. അങ്ങനെ ചികിത്സിച്ചിട്ടില്ല. ഒരു രോഗിയെ പോലും ചികിത്സിച്ചിട്ടില്ലാത്ത ഇങ്ങനെ പലർക്കും നമുക്ക് ഡോക്ടർ എന്ന പദവി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ഉദാഹരണം യേശുദാസ്. അദ്ദേഹം ഒരു രോഗിയെ പോലും ചികിത്സിച്ചിട്ടില്ല. പക്ഷേ കേരള സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടർ എന്ന പദവി കൊടുത്തു. അത് വേണേൽ കുറച്ച് പാടി ചികിത്സിച്ചിട്ടുണ്ടെന്ന് പറയാം. പാടി ചികിത്സിക്കുകയോ ആശ്വാസം നൽകിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അപ്പോഴാണ് ഈ ഡോക്ടർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് എനിക്കൊന്ന് തോന്നിയത്. ഈ ഡോക്ടർ എന്ന പദം ഒരു ലാറ്റിൻ പദമാണ്. ലാറ്റിൻ ഭാഷയിൽ ഡോക്ടർ എന്ന വാക്കിന്റെ അർത്ഥം ഒരു വലിയ ടീച്ചർ അല്ലെങ്കിൽ ഗുരു എന്നാണ്. അങ്ങനെ ഗുരുസ്ഥാനീയരായ ആൾക്കാർക്കാണ് നമ്മൾ ഡോക്ടർ എന്ന പദവി നൽകുന്നത്. ഏതൊരു വിഷയത്തിലും പാണ്ഡിത്യവും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുമുള്ള വലിയ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഗുരു ആണ് ഡോക്ടർ. അത് ചികിത്സകൻ എന്നുള്ള രീതിയിൽ മാത്രം നമ്മളിപ്പോൾ ഡോക്ടറിന് ഉപയോഗിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രയോഗമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതെ, അത് വളരെ തെറ്റായ ഒരു പ്രയോഗമാണ്. ഡോക്ടർ എന്ന വാക്കിന്റെ അർത്ഥം ഗുരു എന്നാണ്.
അങ്ങനെയെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാർ, മെഡിക്കൽ ഡോക്ടർമാർ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതായിരുന്നു അടുത്ത അന്വേഷണം. അപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തി ചേർന്നത് ഈ മറ്റ് വിഷയങ്ങളിൽ ഡോക്ടർ എന്ന പദവി കിട്ടുന്നവരൊക്കെ തന്നെ ആ വിഷയം പഠിച്ച് അതിൽ ഡിഗ്രിയോ അതിനുമേൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിനുമേൽ റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് അവരുടെ കഴിവ് കൊണ്ടാണ് ഡോക്ടർ എന്ന പദവിയിലേക്ക് എത്തുന്നത്. എന്നാൽ മെഡിക്കൽ ഡോക്ടർമാർ വെറും MBBS ഡിഗ്രി, അതായത് വെറും ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, BScക്കോ BAക്കോ തത്തുല്യമായ ഡിഗ്രി കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഗ്രേറ്റ് ടീച്ചർ എന്നുള്ള ഒരു സ്ഥാനം കിട്ടുന്നു. അപ്പോൾ ആ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ മഹത്വം എവിടെ നിന്ന് വന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് ആ മഹത്വം ആ വ്യക്തികളുടെ അല്ല, അവർ പഠിപ്പിക്കേണ്ട വിഷയത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ മഹത്തായ സമൂഹത്തിൻ്റെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സ്പർശിക്കുന്ന വലിയ ഒരു വിഷയം പഠിപ്പിക്കാനുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഗ്രേറ്റ് ടീച്ചർ അല്ലെങ്കിൽ വലിയ മഹാനായ ഒരു ഗുരു എന്നുള്ള ഒരു സ്ഥാനം കിട്ടുന്നത്. ആ മഹത്തായ വിഷയമാണ് ആരോഗ്യം. അങ്ങനെ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് ഡോക്ടർമാർ. ഈ രോഗമില്ലാത്ത ഒരവസ്ഥയാണ് ആരോഗ്യമെന്ന് നമ്മൾ പറയുന്നത്. ചികിത്സിച്ച് രോഗമില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലേ ശരിക്കും ഡോക്ടറുടെ കടമ? ഇതാണ് പൊതുജനങ്ങളുടെ ഡോക്ടർമാരുടെയും മറ്റൊരു തെറ്റിദ്ധാരണ. രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം. ഇത് ഞാനൊരു ഉദാഹരണ സഹിതം വിശദമാക്കാം. എനിക്ക് രോഗങ്ങളൊന്നും തന്നെയില്ല എന്ന് വെക്കുക. പക്ഷെ ഒരു 5 ദിവസമായിട്ട് ഞാൻ പട്ടിണിയാണ്. എനിക്ക് ആരോഗ്യമുണ്ടോ? ഇല്ല. ഇല്ല. പോട്ടെ, രോഗങ്ങളൊന്നും തന്നെയില്ല, വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ മുകളിലത്തെ നിലയിൽ ഒരു പിരി ഒരല്പം ലൂസാണ്. ആരോഗ്യമുണ്ടോ? ഇല്ലയോ? ഇല്ല. ഇല്ല. അപ്പൊ ശരീരം മാത്രം നന്നായ പോരാ, മാനസികമായിട്ടും നന്നായിരിക്കണം. എനിക്ക് രോഗങ്ങളൊന്നും തന്നെയില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എല്ലാ പിരിയും കറക്റ്റാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ആരും എന്നോട് ഇടപെടുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ടോ? അവിടെ എന്തോ പെശകുണ്ട്, എന്തോ പെശകുണ്ട് അല്ലെ? പക്ഷെ അതിന് ശരിയായ വാക്ക് ആരോഗ്യമില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല, ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം. ഈ ആരോഗ്യത്തെക്കുറിച്ച് അതെങ്ങനെ നേടാമെന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെ നിലനിർത്താമെന്നുള്ളതിനെക്കുറിച്ചും ജനങ്ങളെ പഠിപ്പിക്കേണ്ട ടീച്ചർമാരാണ് ഡോക്ടർമാർ. ഡോക്ടർ പറഞ്ഞു ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ശരിയായ ആരോഗ്യമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു രോഗം വന്ന ശേഷം ഒരാൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ആ ഡോക്ടർ ചെയ്യേണ്ടത് എന്താണ്? ശരിക്കും ഒരു ഡോക്ടറുടെ ജോലി രോഗം വരുന്നിടത്തു നിന്നല്ല തുടങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഡോക്ടറുടെ ജോലി ഈ രോഗാവസ്ഥയിലേക്ക് ഈ ആൾ എത്തുന്നതിൽ നിന്നും അയാളെ തടയുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു പോയാൽ ഒരു രോഗിയായിട്ടാണ് ഒരാൾ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് എങ്കിൽ ഏത് രീതിയിൽ വേണം ഇതിനെ കാണേണ്ടത്, ഏത് രീതിയിൽ അയാളോട് പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് 1-2 ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഉദാഹരണമായിട്ട് ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ ഒരു ഡോക്ടറെ കാണാൻ എത്തുന്നു. മുട്ടുവേദനയാണ് അവരുടെ പ്രശ്നം. ഈ ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുകയാണ് അയാളുടെ ജോലി എന്ന് വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവരോടുള്ള പെരുമാറ്റം ഒരു വ്യത്യസ്ത രീതിയിലായിരിക്കും. അവരെ കാര്യമായി വിളിച്ചിരുത്തും. പരിശോധനകൾക്കൊക്കെ ശേഷം ഒരു ഗുളിക കൊടുക്കും. ആ ഗുളിക കഴിച്ച് ഒരു അരമണിക്കൂർ കഴിയില്ല, മുട്ടുവേദന മാഞ്ഞു പോകും. എന്തായിരിക്കും അവരുടെ അഭിപ്രായം? നല്ല ഡോക്ടറാണ് കരുതും. നല്ല ഡോക്ടറാണ്. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവർക്കൊരു വയറുവേദന വരും. അവരേത് ഡോക്ടറെ കാണും? സ്വാഭാവികമായിട്ടും രോഗം മാറ്റി തന്ന ആളുടെ അടുത്ത് പോകും. ഈ ഡോക്ടറെ തന്നെ കാണും. കാരണം ഒരു മുട്ടുവേദന വന്നപ്പോൾ അതൊരു ഒറ്റ ഗുളിക കൊണ്ട് മാറ്റിയ നല്ല ഡോക്ടറാണ്. ഈ ഡോക്ടർ വീണ്ടും അവരെ പരിശോധിക്കും. കാര്യമായ പരിശോധനകൾക്കൊക്കെ ശേഷം ഒരു സൂചി വെക്കും. ഈ സൂചി അങ്ങോട്ട് എടുക്കില്ല, അതിനു മുന്നേ അവരുടെ വയറുവേദന അലിഞ്ഞു പോകും.
എന്തായിരിക്കും അവരുടെ അഭിപ്രായം? കുറച്ചുകൂടെ നല്ല അഭിപ്രായം. വളരെ നല്ല ഡോക്ടർ എന്നായിരിക്കും അഭിപ്രായം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്കൊരു തലവേദന വരും. അപ്പോൾ ഇത് കാണിക്കുന്നത് മുട്ടുവേദനയേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് വയറുവേദന, അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് തലവേദന. പക്ഷേ ഓരോ പ്രാവശ്യം കഴിയും തോറും അവരുടെ അഭിപ്രായം ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ 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 നല്ല അഭിപ്രായമാണ്. ഇതേ അഭിപ്രായം മറ്റുള്ളവരോട് പറയും, മറ്റുള്ളവർ വരും, ഇവർക്ക് ഇനി എന്തെങ്കിലും അസുഖം വന്നാലും അവരവിടെ തന്നെ ചെല്ലും. പക്ഷെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ കൂടുതൽ കൂടുതൽ രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ കടമയെന്ന് വിശ്വസിക്കുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ് ഈ സ്ത്രീ എത്തുന്നതെന്ന് കരുതും. അദ്ദേഹവും ഇവരെ കാര്യമായിട്ട് തന്നെ പരിശോധിക്കും, എല്ലാ പ്രശ്നങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. പരിശോധനകൾക്കൊക്കെ ശേഷം അദ്ദേഹം ഗുളിക എഴുതി അവരെ വിടുകയായിരിക്കില്ല ചെയ്യുക. അവർക്ക് ആരോഗ്യപരമായ ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. മധ്യവയസ്കയാണ്, സ്ത്രീകൾക്ക് ആ സമയമാകുമ്പോൾ എല്ലിനും മസിലുകൾക്കും ഒക്കെ ബലക്കുറവുണ്ടാവും. അപ്പോൾ മുട്ടിന് വേദന വരാൻ സാധ്യതയുണ്ട്. അവർക്ക് തടി ഒരല്പം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എല്ലാം സ്ത്രീകളുടെ സ്ഥിരം ശീലമാണ് രാത്രി വരെ വെയിറ്റ് ചെയ്യും, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് ബാക്കി വരുന്ന എല്ലാം എടുത്ത് കഴിച്ചിട്ട് നേരെ കയറി കിടക്കും. ഇതെല്ലാം കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിയുകയും ശരീരഭാരം കൂടുകയും അത് ഈ മുട്ടിന് വേദന വരുത്തുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറയും. എന്നിട്ട് ഗുളിക കൊടുക്കുന്നതിലല്ല അദ്ദേഹം പ്രാധാന്യം കാണുക. അദ്ദേഹം അവർക്ക് വ്യായാമത്തെക്കുറിച്ച്, ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ച്, അവർക്ക് ആവശ്യമായ വ്യായാമം എന്താണ്, ഭക്ഷണ നിയന്ത്രണം എന്താണ് വേണ്ടത്, ഏതൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല മുതലായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെ കൂടുതൽ ആരോഗ്യവതിയാക്കാനുള്ള നീക്കങ്ങളായിരിക്കും അദ്ദേഹം നടത്തുക. മരുന്നിന്റെ ആവശ്യവും ചിലപ്പോൾ വന്നു ചേരുമല്ലോ ഇതിന്റെ കൂടെ തന്നെ. ഒരു രോഗാവസ്ഥ ഉണ്ടായാൽ അത് റെക്ടിഫൈ ചെയ്യാതിരിക്കാൻ എന്തായാലും കഴിയില്ലല്ലോ. മരുന്നിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മുട്ടുവേദന അത്ര ഗുരുതരമായ സംഗതിയല്ല. വ്യായാമം ചെയ്യുകയും ഭക്ഷണം നിയന്ത്രിക്കുകയും വഴി 1-2 മാസത്തിനുള്ളിൽ അവരുടെ മുട്ടുവേദന മാഞ്ഞു പോകും. പക്ഷെ അതിലും വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ അവരുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. 1-2 വർഷത്തിനുള്ളിൽ അവർക്ക് വരാനിരുന്ന പ്രമേഹം, അധിക രക്തസമ്മർദ്ദം മുതലായ സംഗതികളൊക്കെ വഴിമാറിപ്പോകും ഈ വ്യായാമം ചെയ്യുകയും ഭക്ഷണം നിയന്ത്രിക്കുകയും വഴി. അതുമാത്രമല്ല, അതുവരെ അവരുടെ ജീവിതം ഒരു വല്ലാത്ത ഒരു ഇരുണ്ടതാണെങ്കിൽ വ്യായാമത്തോടൊപ്പവും ആരോഗ്യം നന്നാവുന്നതിനോടൊപ്പവും കൂടുതൽ പ്രകാശമാനമാവുകയും അവർക്ക് കൂടുതൽ സന്തോഷവതിയാവുകയും അങ്ങനെ ശാരീരികവും മാനസികവുമായ എല്ലാ വിധത്തിലും അവർക്ക് ആരോഗ്യം കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുക. ഒരു ഗുളിക കൊടുത്ത് ആ വേദന ശമിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരികയും ഗുളികയിലേക്കും മരുന്നിലേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ 2 കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ രോഗം മാറ്റുക വഴി കൂടുതൽ കൂടുതൽ രോഗിയാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ പ്രാവശ്യം ആള് ആ ഡോക്ടറെ തന്നെ സമീപിക്കേണ്ടി വരുന്നു. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാകുന്ന ഡോക്ടർ ആ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അവരെ കൂടുതൽ ആരോഗ്യവതിയാക്കി മാറ്റുകയും പിന്നീട് തിരിച്ചു വരേണ്ട അവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യും. അങ്ങനെ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ തനിക്ക് ചുറ്റും രോഗികളുടെ എണ്ണം കൂട്ടും. ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാകുന്ന ഒരു ഡോക്ടർ തനിക്ക് ചുറ്റും ആരോഗ്യ നിലവാരം ഉയർത്തുകയും രോഗികളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. ശരിക്കും നമ്മുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഏറ്റവും അധികം രോഗികൾ ചെന്ന് എത്തുന്ന ഡോക്ടറാണ് നല്ല ഡോക്ടർ എന്നാണ്. അത് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കൂടുതൽ രോഗികൾ ചികിത്സയ്ക്ക് എത്തുന്ന ഡോക്ടർ നല്ല ഡോക്ടറല്ല, ചീത്ത ഡോക്ടറാണ്. കാരണം ഡോക്ടർ എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചർ എന്നാണ് അർത്ഥം. നിങ്ങളൊരു നല്ല ഡോക്ടറാണെങ്കിൽ നിങ്ങളൊരു നല്ല ടീച്ചറാണ്. നിങ്ങളൊരു നല്ല ടീച്ചറാണെങ്കിലോ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കും, അവരതനുസരിക്കും. അങ്ങനെ അവരുടെ ആരോഗ്യ നിലവാരം ഉയരും, രോഗികളുടെ എണ്ണം കുറയും. അങ്ങനെ കൂടുതൽ രോഗികൾ ചികിത്സയ്ക്ക് എത്തുന്ന ഡോക്ടർ നല്ല ഡോക്ടറല്ല, ചീത്ത ഡോക്ടറാണ്. ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെയധികം സുഖം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സാമൂഹിക അവസ്ഥ, ആരോഗ്യ മേഖലയിലുള്ള അവസ്ഥയൊക്കെ ആയിട്ട് ഇത് തുലനം ചെയ്യുമ്പോൾ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടും തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയുമായിട്ട് ഇതൊന്ന് പൊരുത്തപ്പെടുത്തി ഡോക്ടർക്ക് പറയാമോ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കണം.
കുറച്ച് വ്യക്തികളുടെ വ്യക്തിപരമായ നേട്ടമാണോ വലുത്, അതോ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യ നിലവാരമാണോ വലുത് എന്നുള്ളതാണ്. അതിൽ വ്യക്തികളുടെ നേട്ടമാണ് വലുത് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് ഇപ്പോൾ പോകുന്ന രീതിയിൽ പോയാൽ മതി. ഡോക്ടർമാർ മരുന്ന് കൊടുക്കും, മരുന്ന് കമ്പനികൾ മരുന്നിറക്കും, ജനങ്ങൾ അതൊക്കെ വാങ്ങി കഴിക്കും. അങ്ങനെ അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നേട്ടമുണ്ടാകും. ജനങ്ങളുടെ പൊതുവെയുള്ള ആരോഗ്യ നിലവാരം കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ സമൂഹത്തിലെ ആരോഗ്യ നിലവാരം ഉയർത്തുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംവിധാനത്തിനെ തിരുത്തിയേ മതിയാകും. അതിനൊരു തുടക്കം എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്, മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരാകാൻ പോകുന്ന കുട്ടികളെ ആരാണ് ഡോക്ടറെന്നും എന്താണ് കടമയെന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഈ കാലം ഇത്രയും പുരോഗമിച്ച് നിൽക്കുന്ന ഈ അവസ്ഥയിലും വളരെ പരിതാപകരമാണ് നമ്മുടെ സ്ഥിതി എന്ന് തോന്നുന്നു. കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് പ്രാപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വില ചികിത്സയ്ക്ക് വേണ്ടി വരുന്നു. മാത്രമല്ല പലതരത്തിലുള്ള അഴിമതികളും ഈ രംഗത്തുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയുള്ളവർ അവരുടെ ഒരു സ്വകാര്യ പ്രാക്ടീസ് ഉണ്ട്, പണം കൊടുക്കുന്നവർക്ക് മാത്രമേ ചികിത്സ കിട്ടുന്നുള്ളൂ. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിൽ ഡോക്ടർ വിചാരിക്കുന്ന പോലെ തരത്തിലൊരു മാറ്റം വരുത്താൻ, സമൂലമായ ഒരു മാറ്റം വരുത്താൻ എന്താ ശരിക്കും ചെയ്യാൻ കഴിയുക? ഈ ഡോക്ടർമാരെ അവരുടെ കൺസൾട്ടേഷൻ റൂമിലും ആശുപത്രിയിലുമായി തളച്ചിടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഞാൻ കാണുന്നത്. അവിടെ അവർ രോഗികളെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ ഈ രോഗികളുടെ അവരുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അവരറിയുന്നില്ല. എന്നാൽ ഡോക്ടർമാരുടെ സ്ഥാനം ശരിക്കും ഈ ആശുപത്രികൾക്കുള്ളിലും കൺസൾട്ടേഷൻ റൂമിലുമല്ല. അവരുടെ സ്ഥാനം സമൂഹത്തിൽ ജനമധ്യത്തിനുള്ളിലാണ്. അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നാൽ മാത്രമേ ഇവരുടെ ജീവിതാവസ്ഥകളും എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അവർ സഹിക്കുന്നതെന്നും എന്തുകൊണ്ട് അവർ രോഗികളാകുന്നുവെന്നും മനസ്സിലാക്കുവാനും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഇവർക്ക് കഴിയുള്ളൂ. അതിലൂടെ മാത്രമേ ഇവരുടെ സംസ്കാരവും ഉയരുകയുള്ളൂ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിയുകയും അവരിൽ ഒരു ഭാഗമായി മാറുകയും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഡോക്ടർമാരുടെ സംസ്കാരവും ഉയരുകയുള്ളൂ. അപ്പോൾ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ കുറ്റങ്ങളിൽ നിന്നും വിമുക്തരാകുവാനും കൂടുതൽ ആരോഗ്യം ഉള്ള ഒരു ജനതയ്ക്കായി പ്രവർത്തിക്കുവാനും കഴിയുള്ളൂ. അതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അവരെ ഈ കൺസൾട്ടേഷൻ മുറികളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ യഥാർത്ഥ സ്ഥാനം ആ മുറിക്കുള്ളിലല്ല, ജനമധ്യത്തിലാണ് എന്ന് അവരെ മനസ്സിലാക്കുക വഴി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. ശരിക്ക് ഇനി വരുന്ന കുട്ടികളെ, മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണം, അവരിലെ ശരിയായ ഡോക്ടർ എന്താണെന്നുള്ള ഒരു ബോധ്യപ്പെടൽ, അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, രോഗികളുമായിട്ടുള്ള അല്ലെ ജനങ്ങളുമായിട്ടുള്ള അവരുടെ ഇടപെടൽ കൂടുതൽ സുതാര്യമാവുക, കൂടുതൽ ഫ്രണ്ട്ലി ആവുക, ഇതെല്ലാം കൊണ്ടുവരണമെങ്കിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയൊരു മാറ്റം ആവശ്യപ്പെടുന്നില്ലേ? അതാണ് ശരിയായ ഒരിത്. മെഡിക്കൽ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും കതിരിൽ വളം വെക്കുന്നത് പോലെയാണ്. ഇതിന് ശരിയായ ബോധവൽക്കരണം വേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസ തലങ്ങളിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസ തലത്തിലാണ് ആരാണ് ഡോക്ടർ, എന്താണ് ഒരു ഡോക്ടറുടെ ജോലി, ആരാണ് പോലീസുകാരൻ, ആരാണ് മന്ത്രി, ആരാണ് എഞ്ചിനീയർ, ആരാണ് കൃഷിക്കാരൻ എന്നൊക്കെ ഉള്ളത് പറയുന്നത്. ഇവരുടെ കടമ എന്താണെന്ന് നിർവചിക്കപ്പെടുന്നതും ഈ കുട്ടി മനസ്സിലാക്കുന്നതും പ്രാഥമിക വിദ്യാഭ്യാസ തലത്തിലാണ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസ തലത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും വരുന്ന സമൂഹത്തിൽ ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ട പങ്കിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ കുട്ടികൾക്കുണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ ശരിപ്പെടുത്തിയെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഭാവി വളരെ ഇരുണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ആരാണ് ഡോക്ടർ എന്നുള്ളത് ശരിക്കും കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാവാതെ അവരൊക്കെ ഡോക്ടർമാരാകുമ്പോൾ അവർ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചർമാരാവുകയും അവർക്ക് ചുറ്റും ആരോഗ്യ നിലവാരം ഉയർത്തുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡോക്ടറുടെ കുട്ടികളെ കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു CD തന്നെ ഡോക്ടർ ചെയ്തിട്ടുണ്ട്. അതിന് കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്കിടയിലെ സ്വീകാര്യത? ഞാൻ ഏതൊരു ക്ലാസ് എടുക്കാൻ തുടങ്ങിയാലും ആദ്യം ഈ CD കാണിക്കും. ആരാണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടേ ഞാൻ ഏതൊരു വിഷയവും കൈകാര്യം ചെയ്യാറ്. അപ്പോൾ ഇത് അവരുടെ പാഠ്യ പദ്ധതിയിലുള്ള സാധനമല്ല എന്ന് കാണുമ്പോൾ ഒരു 20% കുട്ടികൾ ഇറങ്ങിപ്പോകും. കാരണം ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ ആരെയും പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ നമുക്കിത് കഴിയില്ല.
ഒരു 10-30% കുട്ടികൾ സാറല്ലേ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് തരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു 10-20-30% കുട്ടികൾ ഇത് സ്വീകരിക്കുന്നുവെന്നും അവരത് മനസ്സിലാക്കുന്നുവെന്നും ഇതിന് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ ഞങ്ങൾ എന്തിന് ചികിത്സിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഉത്തരവുണ്ട്. അപ്പൊ ഇങ്ങനെ അതിന്റെ ഉത്തരം, ഈ ഒരാൾ രോഗാവസ്ഥയിലാണ് ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഏതൊരു ഉപദേശത്തിനും സ്വീകാര്യനാവുക. ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് നീ പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി ഡോക്ടറെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പോവുമെങ്കിലും അയാൾ പുകവലിക്കാതിരിക്കില്ല, മദ്യപിക്കാതിരിക്കില്ല. എന്നാൽ പുകവലിച്ച് ശ്വാസം മുട്ടുമായിട്ട് ഇങ്ങനെ വലിച്ചു വരുന്ന ഒരവസ്ഥയിൽ അയാൾക്ക് അതിനൊരു ആശ്വാസം നൽകിയിട്ട്, ഒരു മരുന്ന് ഒരു ഇഞ്ചക്ഷനോ കൊടുത്ത ഒരു ആശ്വാസം നൽകിയിട്ട് പറയുകയാണ്, നീ പുകവലിച്ചത് കൊണ്ടാണ് ഇതുണ്ടായത്, അതുകൊണ്ട് ഇനിമേൽ പുകവലിക്കരുത്, പുകവലിച്ചാൽ അവസ്ഥ ഇതിലും രൂക്ഷമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ഡോക്ടർമാര് അതിന് ആശ്വാസം കൊടുക്കുകയുള്ളൂ, ഒരിക്കലും ഈ ഒരു ഉപദേശം നൽകാറില്ല. കാരണം അവർക്ക് രോഗം ചികിത്സിക്കുക എന്നുള്ളത് മാത്രമായി അവരുടെ ജോലി. എന്നാൽ അതിനോടനുബന്ധമായ ആരോഗ്യ വിദ്യാഭ്യാസവും കൂടി നൽകുക എന്നുള്ളത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ആ 5 മിനിറ്റ് സമയം കൊണ്ട് വേറൊരു രോഗിയെ നോക്കാം എന്നാണ് പലരും കണക്കിലാക്കുന്നത്. അയാളുടെ ഫീസ് കൂടി കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ അത് മാറിയിട്ട് ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, കുറെ കുട്ടികൾ ഇറങ്ങിപ്പോവും, കുറെ പേര് ശ്രദ്ധിക്കില്ല, പക്ഷേ കുറെ അധികം ആൾക്കാർ ഇത് ശ്രദ്ധിക്കാറുണ്ട്. അവരിൽ നിന്നാണ് എപ്പോഴും സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രശ്നം അവര് നല്ലവരല്ലാഞ്ഞിട്ടല്ല, അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ ജീവിതത്തിൽ സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്നത് എങ്ങനെയും മുന്നിലെത്തുക, ഓട്ടത്തിനിടയിൽ മുന്നിൽ ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ അയാളെ പുറത്തുകൂടി ഓടുക, അല്ലാതെ അയാളെ പിടിച്ചെണീപ്പിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചു വന്നവരാണ് ഈ പറഞ്ഞ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നത്. അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ അവരോട് പറയാൻ ആരെങ്കിലും ഉണ്ടാവണം. അങ്ങനെ പറയാൻ കഴിയുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ മേന്മ. അതുകൊണ്ടാണ് ഞാൻ ആ തൊഴിൽ സ്വീകരിക്കാൻ തയ്യാറായത്. ഈ നിലവിലുള്ള ഒരു വ്യവസ്ഥിതിയിൽ ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളിലാണെങ്കിൽ എല്ലാവർക്കും പ്രാപിക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്നൊരു ധാരണയുണ്ടായിരുന്നു. അവിടുത്തെ പല ശോചനീയമായ അവസ്ഥകളാണ് ജനങ്ങളെ കൂടുതൽ സൗകര്യമുള്ള, അല്ലെങ്കിൽ പണം കൊടുത്താലെങ്കിലും ചികിത്സ കിട്ടുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് ആകർഷിക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. അതിനോട് ഡോക്ടർ എങ്ങനെയാണ് ഇപ്പം ഇത്തരത്തിലൊരു സുസ്ഥിതി കൊണ്ടുവരാൻ ഏറ്റവും സഹായകമായി തീരേണ്ടത് ഇത്തരം എല്ലാവർക്കും ചെന്നെത്താവുന്ന ഒരു സ്ഥലത്തെ ഡോക്ടേഴ്സ് ആയിരിക്കണം. അത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇതിൽ നമുക്ക് തെറ്റായ ചില ധാരണകളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ചോദിച്ച ഈ ചോദ്യം. നമുക്ക് സുസ്ഥിതി കൈവരിക്കാൻ, ആരോഗ്യപരമായ സുസ്ഥിതി കൈവരിക്കുവാനുള്ള ഏറ്റവും വലിയ ഉപാധികൾ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളല്ല. നമ്മൾ ആലോചിച്ചാൽ 1980-കളിൽ ഇത്രയും മെഡിക്കൽ കോളേജുകളില്ല, വൻകിട ആശുപത്രികളില്ല. പക്ഷെ അന്ന് പ്രബലമായിരുന്ന ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രബലമായ സ്ഥാപനമായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമ്മളെ ഉയർന്ന ആരോഗ്യനില കൈവരിക്കുവാൻ സഹായിച്ചത്. ഇന്ന് നമ്മൾ നോക്കിയാലോ, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വളരെ ശോച്യാവസ്ഥയിലാണ്. പ്രസക്തി തന്നെ ഇല്ല. ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ നിലവാരം കുറയുന്നതും നമുക്ക് പകർച്ചവ്യാധികൾ, എലിപ്പനി, ഡെങ്കിപ്പനി മുതലായ പനികൾ വ്യാപിക്കുന്നതും നമുക്ക് ബാധിക്കുന്നതും. ഏതായാലും ഡോക്ടറുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഈ ചിന്തകളും അതൊരു ഭാവിയിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് ഐഡിയലായി തോന്നുന്ന ഒരു കാര്യം പ്രാവർത്തികമായി തീരട്ടെ, അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. വന്നതിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.